എന്ന് വെച്ചാൽ കുഞ്ഞിന്റെ മുന്നിൽ ഒരു കഥ അവതരിപ്പിക്കാൻ പറയാൻ പോകുന്നത് അറിയില്ലേ? എന്റെ ചാത്തുകുട്ടി പച്ചയായ ചാത്തുകുട്ടിയെ പരിചയപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ ജ്ഞാപകാസിനെ പരിചയപ്പെടും. എന്റെ ജ്ഞാപകത്തെ കുറിച്ച് കൂടുതലും കൃഷിയാണ്. അരുവികളുണ്ട്, കുളങ്ങളും ധാരാളമുണ്ട്. സമൃദ്ധമായ ഞങ്ങൾക്ക് വലിയ വർദ്ധനമാണ്. ചാത്തുകുട്ടി മനുഷ്യർ പരസ്പരം വിലപേശുന്ന ഈ കാലത്ത് വലിയ വില കൊടുത്താലേ ജീവിക്കാൻ പറ്റൂ എന്ന് ഉറക്കെ വിളിച്ചു പറയുമായിരുന്ന ഒരു മദ്യപാനിയായിരുന്നു ചാത്തുകുട്ടി. പള്ളിക്കൂടത്തിന്റെ പടി വാങ്ങാൻ പോലും ചവിട്ടിയിട്ടില്ലാത്ത ചാത്തുകുട്ടി മക്കളേരിൽ വലിയ വലിയ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നമുക്ക് പുച്ഛമായി. താൻ പറയുന്നത് ആരും ചെവിക്കൊല്ല എന്ന് കാണുമ്പോൾ ചാത്തുകുട്ടി കടിയാണ്. പിന്നെ അയാൾ ഞങ്ങളെ തെറികൊണ്ടുള്ള അഭിഷേകം ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾ അയാളെ എതിരെത്താം. ഞങ്ങളുടെ കൈയടയാളം പതിയാത്ത ഒരൊറ്റ ഭാഗം പോലും ചാത്തുകുട്ടിയുടെ ശരീരത്തിലില്ല. കല്ലിട്ടാത്ത ഒരൊറ്റ ദിവസം പോലും ചാത്തുകുട്ടിക്കും കാര്യം. ചാത്തുകുട്ടിക്ക് ഞങ്ങൾക്ക് വളരെ പ്രശ്നമായിരുന്നു. എല്ലാവരും ഭയപ്പെടുന്നു. അവന്റെ വാക്ക്, അവന്റെ ഉന്മാദ ഭാവന എല്ലാം ചാത്തുകുട്ടി കുടിയന, മുഴുവൻ കുടിയന. മനസ്സ് താപ്പിക്കുന്നതുകൊണ്ട് ചാത്തുകുട്ടി കുടിക്കുന്നത്. സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള ദാഹം ഈ പഞ്ചായത്ത് ചാത്തുകുട്ടി കാവൽ നിൽക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്നറിയോ? ഗാന്ധിച്ച് തൊണ്ട മരണന്നവർക്ക് വേണ്ടിയാണ്. തെരുവിൽ കെട്ടിത്തൂക്കിയിട്ട ചെണ്ടയെ പോലെ ഞാൻ നാട്ടുകാരെ മുഴുവൻ തല്ലുവാങ്ങുന്നത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. തൊണ്ടയും ചുണ്ടും വരണ്ട് ഒരിച്ചു വെള്ളത്തിന് വേണ്ടി താപിക്കുമ്പോഴേ നീയൊക്കെ സത്യം അറിയൂ. അതുകൂടി ഞങ്ങൾ പഴമെടുക്കുകയാണ്. ഇവർ നമ്മളെ തിരിച്ചു തരാൻ നിൽക്കുകയാണല്ലോ.
നിങ്ങളൊക്കെ പൊളിയാതെ ചാത്തക്കുട്ടി മാറും. തിരിച്ചു നല്ലത് ആരെയാണെന്ന് ചാത്തക്കുട്ടിക്ക് നന്നായിട്ടറിയാം. പക്ഷെ നിങ്ങൾക്കൊന്നും അറിയില്ല. കുട്ടി നീ കുടിച്ചുകൊണ്ട് എന്തിനാണ് ഈ കിണറിനകത്ത് വന്നിരിക്കുന്നത്? അറിയാതെ കാര്യം ചെയ്ത് വീഴേ. സാധാരണ കുടിക്കാൻ ബോധം പോകാനോ ഇവനിപ്പോ പറഞ്ഞു കയറി ചാത്തക്കുട്ടിക്ക് ഉണ്ടെങ്കിലേ നേരി കാണാൻ പറ്റൂ. ഞാൻ കണ്ടു കുടിച്ചാടി വന്നപ്പോ അടുപ്പില് കല്ല് പോലെ പൊള്ളുന്നു. ഞാൻ കണ്ടു. ചാത്തുകുട്ടികൾ സഹിക്കാൻ പറ്റില്ല. ഇവന്റെ പുറംപരികൾ നമ്മുടെ നേരെ പോകും. വാ, നമുക്ക് പോവാം. ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കാതെ, ഞാൻ ചൂണ്ടുന്ന സത്യങ്ങൾ കാണാതെ ഒരടി മുന്നോട്ട് ഞാൻ ഈ കിടന്ന് ചാടി. കുട്ടി എന്ത് ഞങ്ങൾ ഇവിടെ പോയി ചാടത്തില്ല. സാക്ഷി പറയാൻ ഞങ്ങളെ കൊണ്ട് വയ്യ തന്നെ. ഇതൊക്കെ വേണ്ട എന്താ എനിക്ക് ദാഹിക്കുന്നു. ഈ കിണറ്റിലെ വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കാനുള്ള ദാഹം. കുടിച്ചോ? കുടിച്ച് ചത്തോ? നിന്റെ അച്ഛനും പറ്റി ഈ കിണറ്റിലെ വെള്ളം കുടിച്ചതന്നെ ചത്തത്. നിനക്ക് ഓർമ്മയുണ്ടോ? ഇവരെക്കാൾ വലിയ ഉള്ളിലായിരുന്നു. ഒരു മാതാപിതാക്കൾ കുടിച്ചാടി വരുമ്പോ അങ്ങനെ ഒന്ന് കിടക്കണം പോയി. ഈ കിണറിന്റെ വഴി കയറി കിടന്നു. അവിടെ കിടന്നു ഉറങ്ങി. ഉറക്കത്തിൽ എപ്പോഴാ കിണറ്റിലേക്ക് ഉറക്കത്തിൽ എപ്പോഴും അച്ഛൻ ദാഹിച്ചു. ഈ കിണറ്റിലെ വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കാനുള്ള ദാഹം. അച്ഛൻ ഈ കിണറിന്റെ പടിയിലേക്ക് ചാടി കിടന്നു. കുടിച്ചു കുടിച്ച് കുടിച്ചു കുടിച്ച് എന്റെ അമ്മ എങ്ങനെയാണെന്നറിയോ? എന്തായാലും അസൂയ പിടിച്ചു വെള്ളി കിടന്നു കഴിഞ്ഞ എന്റെ അമ്മ രാത്രിയായപ്പോ അമ്മയ്ക്ക് ദാഹിച്ചു. ഈ ഭൂമിയിലെ വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കാനുള്ള ദാഹം. പാത്രത്തിലെ കിടക്കക്കരികി വെച്ചിരുന്ന പാത്രം കയ്യിലെത്തി കമന്നുപോയി. വെള്ളത്തിനായി അമ്മ അടുക്കളയിലേക്ക് ഇഴഞ്ഞു പോയി. പാത്രത്തിലൊന്നും ഒരു തുള്ളി വെള്ളമില്ല. അമ്മ ഈ കിണറിന്റെ കരയിലേക്ക് ഇഴഞ്ഞു വന്നു. കൈകാലുകൾ തുഴഞ്ഞിരുന്നു. എവിടെയോ ഒരു കുട്ടി വെള്ളം പോയി. അത് കുടിച്ച് അമ്മ ഇവിടെ തന്നെ കുഴഞ്ഞു വീണു. കുട്ടി നീ പറയുന്നത് ഇപ്പൊ പറയുന്നത് എന്തിനാണ്? എന്റെ അച്ഛനും അമ്മയും മരിക്കാൻ നേരത്ത് വെള്ളം കുടിച്ച കിണറാണ്. ഇതിന്റെ തൊട്ടി കയറുന്നവിടെ എനിക്കത് വേണം. അതിനാ ചാത്തുകുട്ടി കരുതുന്നത്. തൊട്ടി കയറി കാണാനാണ് വെള്ളം. ഇതാക്കോ വലിയ കാര്യം. തൊട്ടി കയറി ചാത്തുകുട്ടിക്ക് വലിയ കാര്യം തന്നെയാ. ഈ ഭൂമിക്കടിയിലെ വെള്ളം നിന്റെയൊക്കെ തൊള്ളക്കുഴി കെട്ടണം. തൊട്ടി കയറും വെള്ളം. അത് കിട്ടാതെ ചാത്തുകുട്ടി ഉറങ്ങില്ല. നിന്നെ ഒന്നും ഉറങ്ങാൻ സമ്മതിക്കില്ല. നിനക്ക് തല്ലുണ്ടോ? ചാത്തുകുട്ടി കണ്ട സത്യം പറയും. ഈ കിണറിന്റെ തൊട്ടി ഇങ്ങനെ എടുത്ത് മാറ്റിയത് എന്തുകൊണ്ടാണെന്നറിയോ? അറിയോ? ഈ കിണറ്റിലെ വെള്ളം കോരാൻ ഇനി നമുക്ക് അവകാശമില്ല. ഈ കിണറ് വിറ്റു. വിറ്റോ? ആർക്കായിട്ടുള്ള ചാത്തക്കുട്ടി നീ പറയുന്നത്? നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് നമ്മളെ ഭരിക്കാനായിട്ട് എത്തിയപ്പോ അവർക്ക് ആകെയുള്ള നമ്മുടെ കാര്യമാണ്. നമ്മൾ കുടിവെള്ളം അവർക്ക് നമ്മളോട് ചോദിക്കാതെ ഒരു വലിയ കമ്പനിക്ക് വിറ്റു. വിശ്വാസം വരുന്നില്ലല്ലേ? ആ കിണറിന്റെ പുറത്തോട്ട് ജീവിക്കുന്ന നോട്ടീസ് ഒന്ന് വായിക്കണം. ഇനി മുതൽ ഈ
പൊതുജനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഈ കിണറ്റിലെ ജലം ജിപ്സി കമ്പനിക്ക് അവകാശപ്പെട്ടതാണ്. ഇത് വലിയ ചതിയായി കൊണ്ടു. ഇപ്പൊ മനസ്സിലായില്ലേ ശാസ്ത്രപതി കണ്ടുകൊള്ളുന്നു. കാണാനൊന്നും നിങ്ങൾ കാണില്ല. അതാണ് നിങ്ങളുടെ കുഴപ്പം. വിശ്വാസിക്കാൻ പക്ഷെ ഒളിഞ്ഞിരിക്കുന്ന ചികഞ്ഞെടുക്കാൻ ശാസ്ത്രകുട്ടിക്ക് അടക്കം മതി. ഇതൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ശരിയാണ്, നമുക്കിത് എല്ലാവരും അറിയിക്കണം. വരുക. ഭൂമി ചോരയാണ് ജലം. ഭൂമി നമ്മുടെ അമ്മയാണ്. അമ്മയുടെ ചോര നിൽക്കാൻ ആർക്കാണ് അധികാരം? നമ്മുടെ പ്രാർത്ഥനകളെ പണമായി വെക്കാൻ, നമ്മുടെ ഇടപെടൽ തിരികെ കൊടുക്കാൻ, നമ്മുടെ ഉപയോഗത്തിന് കാശാക്കാൻ, നമ്മുടെ പ്രാണവായു വെള്ളമാക്കാൻ, നമ്മുടെ ഇടപാട് തീരെയാക്കാൻ. എനിക്ക് പേടിയാവുന്നമ്മേ. ഓ ചേച്ചി ഇതിനെ ഇങ്ങോട്ട് വന്നു. പേടിയാണ് ചേച്ചി. ഏത് ദിവസം ഇങ്ങോട്ടുള്ള പേടി. ഇഷ്ടപ്പെട്ടതല്ലേ ആർക്കൊക്കെ ഒന്ന് തട്ടിയെടുക്കുമെന്ന് എന്റെ പേടി. ചേച്ചിക്ക് ഓർമ്മയില്ല നമ്മുടെ അച്ഛൻ പാമ്പ് മൂത്ത് ഈ കിണറ്റി കൂടി സംഭവം സാന്ത് തട്ടിയെടുത്തു. എന്റെ അമ്മയെ വസുവിനെ തട്ടിയെടുത്തു. ഒടുവിൽ ഞാൻ കെട്ടിയ പെണ്ണിനെ തീ തട്ടിയെടുത്തു. എല്ലാം സഹിച്ച് കടത്തിരിക്കാൻ ചാത്തക്കുട്ടിക്ക് എന്നും ഈ കിണറിന്റെ പടിയെ ഉണ്ടായിരുന്നത്. കണ്ണുനീർ കഴുകിക്കളയാൻ ഈ കിണറ്റിന്റെ വെള്ളവും ഇപ്പൊ ആർക്കോ ഞാൻ തട്ടിയെടുക്കുകയും ചെയ്യും. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഈ കിണറിനെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. ചേച്ചി ഇങ്ങോട്ട് വന്നേ. ഞാൻ നോക്കി ഈ കിണറിന് ചുറ്റിനും വലിയ പൈപ്പുകൾ പാമ്പുകളൊക്കെ നീണ്ടുപോകുന്ന കണ്ടില്ലേ? നമ്മുടെ കിണറ്റിലെ വെള്ളം വലിയൊരു കമ്പനിയുടെ കുപ്പികളിൽ നിറയ്ക്കാനാണ്. എന്നിട്ട് അവർ നമുക്കാണ് നിൽക്കുന്നത്. അതിനെ അവർ ഈ കിണറിന്റെ തൊട്ടി കയറിട്ട് മാറ്റിയത്. ഇനി അവരിതിന് അകത്തു ഈ സത്യങ്ങളൊക്കെ വിളിച്ചു മാറുന്ന ചേച്ചി എല്ലാവരും എന്നെ പറ്റിച്ചവയ്ക്കുന്നത്. സത്യം നിങ്ങൾ അനുഭവിക്കും. സ്വന്തം അച്ഛനും അമ്മയും മരിക്കാൻ കിടക്കുമ്പോ അവരുടെ തൊണ്ട നനയ്ക്കാൻ ഒരിക്കൽ വെള്ളം കാശ് കൊടുത്ത് വാങ്ങുമ്പോഴേ മനസ്സിലാക്കും. ഞാൻ ഈ കിണറിന്റെ അടിയിൽ അവിശ്വാസം മരിച്ചു കിടക്കുമ്പോൾ എന്റെ നാവിലേക്ക് ഒരു തുള്ളി വെള്ളം വിറ്റിച്ചു തരാൻ എനിക്ക് എന്റെ ചേച്ചി മാത്രമേ ഉള്ളൂ. ഒന്ന് ചേച്ചിയത് ചെയ്തില്ലെങ്കിലും എന്റെ ആത്മാവ് ചേച്ചിയോട് കൊടുക്കും. വീടാക്കി വെള്ളം കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ എന്റെ ചേച്ചിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ വെള്ളം വെക്കാതെ മരിച്ചതെന്ന് സഹോദരൻ.
പോലീസുകാരും നമ്മളൊന്നും നാങ്ങൊഴിയിട്ട് നീന്തി തുടിച്ച മഴമീനുകളെ ചൂണ്ടയിട്ട് പിടിച്ച നമുക്കിനി ഒരവകാശം ജീവിക്കാൻ വേണ്ടി എന്റെ കുടുംബക്കാർ പാരമ്പര്യമായി എടുപ്പുവയ്ക്കുക. എനിക്കിനി ഒരവകാശം ചവിട്ടിക്കീറിപ്പോയി ചവിട്ടിക്കീറിപ്പോയി കുലത്തൊഴിൽ ചെയ്ത കുടുംബം പോട്ടം പോട്ടുണ്ടായിരുന്നു പൊട്ടണികളിൽ നിന്ന് പത്രം എനിക്ക് ഓർക്കാൻ കൂടി വൈകിട്ട് എനിക്ക് ഓർക്കാൻ നമുക്കാണ് മുനിയാണ്ടി നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് നമ്മളെ ഭരിക്കാനായിട്ട് നമ്മുടെ തലയ്ക്ക് നല്ല വില പറയുന്നത് സ്വപ്നത്തിൽ പോലും കഴിയില്ല. നേരത്തെ കഴിഞ്ഞു പണിയൊന്നുമില്ലായിരുന്നു വരണ്ട മണ്ണിന് വിത്ത് കത്താൻ പറ്റുമോ? കനാലിന് വെള്ളമില്ല. വെള്ളമില്ലാതെ എങ്ങനെയാ പാടത്ത് പണിയെടുക്കുക? പണിയില്ലെങ്കിൽ ഓരോരുത്തന്റെ കുടിയിൽ തീരുകയില്ല. തീരുകയില്ല. മനസ്സിലായില്ലേ? ചാത്തുകുട്ടി എന്തിനാ കൈകൊള്ളിയത്? ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി മനുഷ്യൻ വേഗാമ്പുന്നെ പോലെ ചെയ്യുന്ന കാലം വരാൻ പോവുകയാണ്. ഉമ്മനീരവയ്ക്ക് ദാഹം സമീപിക്കേണ്ടി വരും. പക്ഷേ ഉപ്പൽ കുടിച്ച് ദാഹം സമീപിക്കാൻ ചാത്തുകുട്ടിക്ക് മനസ്സില്ല. എനിക്ക് ഈ കിണറിന്റെ തൊട്ടിയും കയറി കിട്ടിയേ പറ്റൂ. അത് വീണ്ടെടുക്കാൻ എന്നോടൊപ്പം നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ? മരിച്ചുപോയ കാരണവന്മാരെ ചാത്തുകുട്ടി പറയുന്നു കേൾക്കാൻ ഇറങ്ങി വരുമോ? ഈ മണ്ണ് നട്ട് നനച്ച് പച്ച പിടിപ്പിച്ച് മണ്ണുറഞ്ഞു പോയവരെ ഈ മണ്ണിലേക്ക് ഇനിയും ഇറങ്ങി വരുമോ? ഇവിടെ ജീവിക്കുന്നവർ ശവങ്ങളെ പോലെയാ. അതുകൊണ്ടാ മരിച്ചുപോയ നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്നത്. Yes.
ശവങ്ങളെ പോലെ ജീവിക്കുന്ന ഇവിടുത്തെ മനുഷ്യരുടെ ചങ്കിൽ കുത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ സമമാനങ്ങളിൽ നിന്നും അവർ വരുന്നു. ചതുട്ടി മോനെ, ചതുട്ടി എന്റെ അമ്മയുടെ സ്വന്തം, എന്റെ അമ്മ എന്നെ വിളിക്കുന്നു. മരിച്ചുപോയ എന്റെ അമ്മ തിരിച്ചു വന്നിരിക്കുന്നു. ചോദ്യങ്ങളുടെ ഒരു പെരുങ്ങടലായി എന്റെ മോൻ ഈ ഭൂമിയിൽ കിടന്നിരിക്കുമ്പോൾ എനിക്ക് പിടിക്കാതെ അമ്മ മരിക്കാൻ നേരത്ത് വെള്ളം കുടിച്ചിരിക്കണം. ആർക്കെങ്കിലും തട്ടിയെടുക്കുന്നത് അറിയാം. എന്റെ മോൻ കാട്ടിച്ച് മരിക്കുന്നത് എനിക്ക് സഹിക്കും. അതുകൊണ്ടല്ലേ ഞാൻ മാത്രമല്ല മരിച്ചുപോയവരൊക്കെ തിരിച്ചു വരുന്നു. സ്വന്തം മക്കൾ കാട്ടിച്ച് മരിക്കാതിരിക്കാൻ മരിച്ചുപോയവരൊക്കെ തിരിച്ചു വരുന്നു. ദാഹജലം നഷ്ടപ്പെടുമ്പോ മരിച്ചുപോയവർ തിരിച്ചു വരും. എന്നിട്ട് ഇവിടെയുള്ളവന്മാർക്ക് വരാൻ സമയമായിട്ടില്ല. സ്വേഴിക്കൊള്ളുന്ന അവർക്ക് തലച്ചോറിന് വെള്ളം വരെ മക്കളോ അവർ കാര്യം പഠിച്ചുകൊള്ളും. നമുക്ക് ആദ്യം മുന്നിൽ തുടങ്ങാം. അതെ, എല്ലാത്തിന്റെയും തുടക്കം വെള്ളത്തിൽ നിന്ന് നടന്ന് എന്റെ അമ്മ മുൻപെന്നെ പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മ വരുന്നു. ഞാനും ഇനി ആദ്യം മുതൽ തുടങ്ങണം. പഴയതാത്മാക്കളോടൊപ്പം കിണറിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ ഊടിയിട്ടിറങ്ങണം. നിങ്ങൾക്ക് വേണ്ടി നമുക്ക് നഷ്ടപ്പെട്ട ജലം വീണ്ടെടുക്കാൻ ഞാൻ മുമ്പാകുകയാണ്. സത്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രതികരിക്കാൻ പഠിച്ചു നിൽക്കുന്ന ഈ സമൂഹത്തിനോടുള്ള പുച്ഛമാണ് എന്റെ ഉള്ളിലെന്ന് എനിക്കറിയാം. നമ്മുടെ തലയ്ക്ക് പോലും വില പറഞ്ഞവരോട് എതിർത്ത് നിൽക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന വേദനയാണ് എന്റെ മനസ്സിൽ നിറയുന്നതെന്ന് ചിന്തിക്കപ്പെടുന്നത്. അത് കാരണമാണ് നീ സ്വയം നശിക്കാൻ തീരുമാനിച്ചെങ്കിൽ വേണ്ട വേണ്ട. നമ്മുടെ കുടിവെള്ളവും പ്രാണവായുവും ഇന്ന് കാശാക്കുന്ന കാപാലികന്മാർക്കെതിരെ, അതിന് വില പറയാൻ വരുന്ന കഴുകന്മാർക്കെതിരെ പട നയിക്കാൻ ഞാനിതാ തയ്യാറെടുക്കുന്നു. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവ